ഉണ്ടായാൽ അവളുടെ മൂഡ് ശരിയാവില്ല. പിന്നെ നീ നമ്മുടെ കല്യാണത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും? ഇല്ല, നീ പ്രിയയോട് ഡിവോഴ്സിനെ കുറിച്ച് എങ്ങനെ പറയും? അവള് സമ്മതിക്കില്ലല്ലോ. പിന്നെ നീയും ഇതുവരെ പ്രിയയോട് സംസാരിച്ചില്ലല്ലോ അല്ലേ അബി? ഇല്ല, ഞാൻ സംസാരിച്ചില്ല. ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അച്ഛമ്മയോട് വഴക്കിട്ടതിൽ അവൾക്ക് എപ്പോഴും വിഷമമുണ്ടെന്നാ തോന്നുന്നത്. ഈ ഒരവസ്ഥയിൽ അവളോട് ഞാൻ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ അവളത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അത് അവൾക്ക് സമ്മതമാണെങ്കിൽ കൂടി നോ പറഞ്ഞോളെ. ഇപ്പോൾ അവളോട് വെറുതെ സംസാരിച്ചെന്തിനാ കാര്യങ്ങൾ വഷളാക്കുന്നതെന്ന് കരുതി. യു ആർ റൈറ്റ്. സംസാരിച്ചില്ലേ? അപ്പോൾ ഈ റീസൺ അല്ല പ്രിയ സഹായിക്കാന്ന് പറഞ്ഞതിന്. പിന്നെ എന്തായിരിക്കും കാരണം? പിടിച്ചിരുത്തി ഇനി എവിടെ നാ സംസാരിച്ചു തുടങ്ങുക? ഞാൻ എത്ര നാളായി നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നറിയോ? പക്ഷെ നീ എന്നെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇപ്പോ എനിക്കൊരു അവസരം കിട്ടിയ സ്ഥിതിക്ക് ഒരു മുഖവര ഇല്ലാതെ കാര്യങ്ങൾ നിന്നോട് പറയാം. ടു ദ പോയിന്റ് സംസാരിക്കാം. ഞാനിപ്പോ ശരിക്കും പെട്ടു. ഉറപ്പായോ അദ്ദേഹം ഇപ്പൊ പറയും? ഞാൻ എന്ത് മറുപടി നൽകും? നോക്ക്, എനിക്കോ നിനക്കോ ദോഷം വരുന്ന തരത്തിലുള്ള ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. സിറ്റുവേഷൻ നിനക്കറിയാലോ. തനു പ്രഗ്നന്റ് ആണ്. എനിക്കറിയാം ഇതൊന്നും സംസാരിക്കാനുള്ള ഒരു സമയമല്ലെന്ന്. സരള ആന്റി കിടപ്പിലാണെന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാം പ്രിയ. പക്ഷേ എന്റെ അവസ്ഥ എത്രത്തോളം മോശമാണെന്നുള്ളത് നീ മനസ്സിലാക്കണം. ഇപ്പോ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബാക്കി എന്ത് കാര്യത്തിലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കത് പറ്റില്ല. എനിക്കത് കഴിയില്ല പ്രിയ. ഇത് തന്നെയാ പ്രശ്നം. ഏത് കുഞ്ഞിനു വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്, ആ കുഞ്ഞ് നിങ്ങളുടേത് പോലും അല്ല. മറ്റാരോ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. തെറ്റ് ചെയ്തവർക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് തനുവിനെ കല്യാണം കഴിക്കണം. പക്ഷേ എനിക്കറിയാം നീ ഡിവോഴ്സ് തരാതെ എനിക്ക് തനുവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന്. എന്താ നീ ചിന്തിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾക്ക് തനുവിനെ കല്യാണം കഴിക്കണം. പക്ഷെ അത്ര പെട്ടെന്ന് എനിക്ക് അലൗ ചെയ്യാൻ പറ്റില്ല. അതിന് ക്യാഷാണോ നിന്റെ പ്രശ്നം? നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ നിനക്ക് ഒരു നഷ്ടവും വരുത്തില്ല. രാവും പകലും ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിച്ചോളാം. നിനക്ക് വേണ്ടി ഞാൻ പൈസ ഉണ്ടാക്കിക്കോളാം. അങ്ങനെ സമ്പാദിച്ചെന്നാൽ നിനക്ക് ഓക്കെ അല്ലേ? പറ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആലോചിക്കാൻ സമയം വേണം. നിനക്ക് ഇനി എന്താ ആലോചിക്കാനുള്ളത്? നീ ഒരാൾ കാരണോ കല്യാണം ഇത്രയ്ക്ക് ഡിലേ ആവുന്നത്? എന്റെ ബലൂണിന് പോലും ഞാൻ തനുവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എന്താ പ്രശ്നം? എന്തുകൊണ്ട് നീ എനിക്ക് ഡിവോഴ്സ് തരുന്നില്ല? ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും നമ്മുടെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞുവെന്ന്? ഇവളെന്താ എനിക്ക് ഡിവോഴ്സ് തരാത്തത്? ഇനി ഇവൾക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമാണോ? അതോ എന്നെ ടെൻഷനാക്കാൻ വേണ്ടി ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണോ? നീ ദയവ് ഇതൊന്നും മനസ്സിലാക്ക്. എന്റെ കയ്യിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. തനുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ? എനിക്ക് അവളെ കല്യാണം കഴിച്ചേ പറ്റൂ. സോ പ്ലീസ് നീ ദയവ് ഇതൊന്നും മനസ്സിലാക്ക്. ഞാൻ നിന്നോട് തൊഴുത് പറയുവാണ്. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അത് അനുസരിച്ചോളാം. ദയവ് ചെയ്ത് എന്റെ അവസ്ഥയൊന്നും നീ മനസ്സിലാക്ക് പ്രിയ, പ്ലീസ്. ദേഷ്യം കൊണ്ട് നിങ്ങൾ എന്റെ ജീവൻ വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ ഞാൻ ഇത് തരില്ല. അപ്പൊ നോക്ക്, ഒരുപാട് നാളായി നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ നമുക്കിടയിൽ ഒരു സ്നേഹം ഉണ്ടായിട്ടില്ല, ഫിസിക്കലായപ്പോൾ. പിന്നെ എന്നെ സ്നേഹിക്കുന്നത് നിന്റെ ഡ്യൂട്ടിയൊന്നുമല്ല. പക്ഷേ എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരേണ്ടത് ഭാര്യയായ നിന്റെ കടമയാണ്. ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, നീ എന്റെ വൈഫും. അതുകൊണ്ട് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഇടയിൽ എന്തൊക്കെ റിലേഷൻ ഉണ്ടോ അതെല്ലാം തന്നെ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് വേണം.
നിന്നെ ഞാൻ എൻ്റെ കൈകളുകൊണ്ട് പൊക്കിയെടുക്കും. ഓരോ രാവും മുഖം തേടി ദൂരെ ദൂരെ അതിനുശേഷം ഏതോ കാവ്യം കാതിൽ ചൊല്ലി വെറും ഒരു വരി മാത്രം പടരൂ നിന്റെ മുടിയിൽ ഇങ്ങനെ തലോടും. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയ മുറുകെ മതിവരോളം ഞാനിങ്ങനെ തലോടും. പാതി പാടും ഗാനം പോലെ ദൂരെ ദൂരെ മറയരുതേ നീ താനേ വീഴും വേനൽ പൂവായി താഴെ താഴെ ഇതളടിയരുതേ നീ. എപ്പോഴും അടുത്തുണ്ടാവാൻ ആഗ്രഹിക്കുന്നെന്ന്, എന്നും അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിക്കാനാ എനിക്കിഷ്ടമെന്ന്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ എപ്പോഴും എന്നോട് ഡിവോഴ്സ് ചോദിക്കും. എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞു എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഡിവോഴ്സ് കഴിഞ്ഞാലും ഞാൻ അദ്ദേഹത്തെ എന്റെ മനസ്സിൽ ഭർത്താവായി കാണുന്നു. ഏതെങ്കിലും ഒരു കടലാസിൽ ഒപ്പുവെച്ചത് കൊണ്ട് ആ ബന്ധം ഇല്ലാതായിട്ടില്ല എന്ന് എങ്ങനെ പറയൂ ഞാൻ? അമ്മ, എന്റെ അമ്മ വിഷമിക്കരുത്. ആൾക്കാരുടെ ഫോൺ കോളിനെ കുറിച്ച് ഇത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പാൽക്കാരനോ? നീ ഇത്രയും നേരം പാൽക്കാരനെ കുറിച്ച് സംസാരിച്ച? അതെ, നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങളിനി വേറെ ആരുടെയെങ്കിലും ഫോൺ കോളിനെ കുറിച്ചാണോ പറയുന്നത്? നോക്ക്, വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ എന്ത് ചോദിക്കുന്നോ അതിന് ഉത്തരം നൽകിയാൽ മതി. പ്രിയ എവിടെയാണ്? നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാനെന്തിനു മറുപടി പറയണം? പിന്നെ ഞാൻ ചേച്ചിയുടെ പി എ, നിങ്ങളുടെ അല്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പി എ വെച്ചോളൂ. അല്ല, ഒരു മിനിറ്റ്. ഇനി എന്താ? അത് എനിക്കറിയാവുന്ന 2 ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ പി എ ആക്കാം. അവർ വളരെ കുറഞ്ഞ സാലറിയിൽ ജോലി ചെയ്യും. തനിയെ ശരിയായിക്കോളൂ. പിന്നെ കുറച്ചു നേരം മുമ്പ് നിങ്ങൾ എന്നോട് ചെയ്തത് അത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതിൽ എനിക്ക് ഒരു പേടിയും തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, അതുകൊണ്ട് ഒരു ഭർത്താവിന്റെ കടമ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടെന്ന്. പക്ഷെ അത് നടക്കില്ല. കാരണം എന്റെ താല്പര്യമില്ലാതെ നിങ്ങൾക്ക് എന്റെ അടുത്ത് വരാൻ പോലും കഴിയില്ല. ഇനിയും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ എന്റെ തീരുമാനവും ഞാൻ മാറ്റും. പിന്നെ മാസങ്ങളല്ല വർഷങ്ങൾ പുറകെ നടന്നാലും സുപ്രീം കോർട്ട് വരെ പോയാലും ഒരു കാരണവശാലും ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല എന്ന് തീരുമാനിക്കും. പക്ഷെ അദ്ദേഹം ഇപ്പൊ വരാറില്ല. 4-5 ദിവസം കൂടുമ്പോ ഒരിക്കൽ വരും. വന്നാലും എന്നോടൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എണീച്ചപ്പോ എനിക്കറിയില്ല രാജ എന്താ ഇങ്ങനെ. നീ വിഷമിക്കാതിരിക്കും മോളെ, ഞാൻ രാജനോട് സംസാരിക്കാം. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അവൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞാൻ അവന്റെ ചെവിക്ക് കിഴുക്ക് കൊടുക്കാം. നീ കരച്ചിൽ നിർത്ത്. എന്നിട്ടൊരു കാര്യം ചെയ്യ്, എനിക്ക് നല്ലൊരു ചായ ഇട്ടുക. ശരി, ഞാൻ പപ്പയ്ക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. പക്ഷെ ഉറപ്പായിട്ട് രാജനോട് ചോദിക്കണം. ഞാൻ ഉറപ്പായും വഴക്ക് പറയും. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും. പറയാത്തെ അബി, എനിക്കറിയാം നീ. വാ, നമുക്ക് പുറത്തെവിടെങ്കിലും പോവാം. എനിക്കിവിടെ ശ്വാസം മുട്ടുക. പുറത്തോ? ഇനി പ്രിയ എങ്ങാനും എന്നെ കാണാൻ വന്നാലോ? ആ ബ്ലാക്ക് മെയിലറിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ.
പക്ഷെ അബിയോട് എന്ത് പറയും? എന്താ നീ വരുന്നില്ലേ? ആ ഞാൻ ദാ വരുന്നു. ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവിടെ വെച്ചേക്ക്. ഉം. കോൺസേർട്ട്. ആ റോക്ക് കോൺസേർട്ട്. ഞാൻ അദ്ദേഹത്തോട് ഒരു റോക്ക് കോൺസേർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫാക്ട് അദ്ദേഹത്തിന് വന്നല്ലേ പറ്റൂ. പിന്നെ കോൺസേർട്ട് ഇപ്പോൾ ഉള്ള നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു ആവശ്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് കോൺസേർട്ട് ആവുമ്പോ എല്ലായിടത്തും ക്യാമറ ഉണ്ടാവും. പിന്നെ തനുവും അവളുടെ ബോയ് ഫ്രണ്ടും അവിടെ വന്നാൽ അത് CCTV ക്യാമറയിൽ ഉറപ്പായിട്ട് റെക്കോർഡ് ആവില്ലേ? ദാറ്റ്സ് എ സൂപ്പർ ഐഡിയ പ്രിയേച്ചി. അതും നന്നായിരിക്കും. അടിപൊളി ചേച്ചി. ചേച്ചിയുടെ ഐഡിയ സൂപ്പർ തന്നെ. ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ. ആ ഇതെങ്ങനെ ഇവിടെ കുപ്പിച്ചിൽ വന്നത്? ഇനി ദേഷ്യത്തിലെങ്ങാനും പൊട്ടിച്ചതായിരിക്കോ? ഇതെല്ലാം ഞാൻ കാരണോ? അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചത് ഞാനാ. ഇനി ദേഷ്യം എന്നിട്ട് അദ്ദേഹം അവക്ക് എപ്പോ നോക്കിയാലും തിരക്കാണല്ലോ. എന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ അവക്ക്? ഞാൻ എന്തിനാ കൈ ഒളിപ്പിക്കുന്നേ? എന്റെ കൈയല്ലേ അത്. ഞാൻ ഒളിപ്പിക്കുന്നതിന് നീ എന്തിനാ ചോദിക്കുന്നേ? നോക്കൂ, അവിടെ അകത്ത് കുപ്പിച്ചില്ല എങ്ങനെ വന്നേ? അത് ഗ്ലാസ് എങ്ങനെ തറ വീണ് പൊട്ടിക്കാണൂന്നേ. നീ എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നേ? തനിയെ താഴെ വീണ് പൊട്ടുവോ? അതോ നിങ്ങൾ ദേഷ്യത്തിൽ മഴയിൽ നനഞ്ഞുവോ, കുളിരിൽ കുതിർന്നുവോ, ഹൃദയം കവിഞ്ഞു നീ കടലായോ, കിളികൾ പറന്നതോ, പ്രണയം ഇടർന്നതോ, പുഴകൾ നിറഞ്ഞതോ, കനവാണോ? ശരിയല്ല. പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു വിശ്വാസം വേണ്ട. നീ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന്. നിന്റെ ഈ പ്രവൃത്തികൾ നീ നിർത്തിയില്ലെങ്കിൽ ഒരു സെക്കൻഡ്. നീ ആദ്യം പറ ഞാൻ എന്താ ചെയ്തേന്ന്. നീ ഇത്രമാത്രം സംസാരിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ ഞാൻ എന്താ ചെയ്തേ? ഇവൾക്ക് മനസ്സിലാവില്ലേ എനിക്ക് ഇവര് രണ്ടുപേരും ഒരുമിക്കുന്നത് ഇഷ്ടമല്ലെന്ന്? ഇല്ല, ഞാൻ എന്റെ ദേഷ്യം നിയന്ത്രിക്കണം. സോറി, എനിക്ക് ഇറിറ്റേഷൻ തോന്നി. ഞാൻ ഈ വീട് മുഴുവൻ നിന്നെ അന്വേഷിച്ചു, എന്നിട്ട് കണ്ടില്ല. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. ആ ഫോൺ ചെയ്യുന്ന ആളെ കുറിച്ച് പറയാൻ വന്നതാ. ആ പറയൂ. എന്ത് പറയൂ? ഞാൻ അയാളെ നേരിട്ട് കാണാൻ വിളിച്ചിട്ടുണ്ട്. ഡീല് ഡിസ്കസ് ചെയ്യാന്നും പറഞ്ഞു. പിന്നെ എനിക്കറിയില്ലല്ലോ നീ എവിടെ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കോൺസെർട്ടിന് വരാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട്. അബിയുടെ കോൺസേർട്ടോ? ബട്ട് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ പ്രിയ? പിന്നെ തനു, എനിക്ക് അങ്ങനെ ഒരുപാട് സമയം കളയാനില്ല. ആദ്യം സ്ഥലം കണ്ടുപിടിക്കണം, പിന്നെ അയാളെ വിളിക്കണം. ഇതിനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ നീ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നത് വരെ അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത് ശരിയല്ല. ആ റിസ്ക് എടുക്കണോ? എനിക്കറിയില്ല. നീ സഹായം ചോദിച്ചു, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നീ നോക്കിക്കോ. ഇവിടെ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ട്? അഭി എങ്ങനെ വന്നോന്ന്? നിങ്ങൾക്ക് എന്താ ഏട്ടത്തി വട്ടായോ? നിങ്ങൾക്കറിയാലോ ഏട്ടൻ എന്നോട് ദേഷ്യമാണെന്ന്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനൊക്കെ ചോദിക്കുന്ന എന്തിനാ? ഏട്ടൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അതൊക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ അല്ലാതെ ഒരാണിന്റെ ശബ്ദം ഞാൻ ഇവിടെ കേട്ടതാ. പക്ഷെ അത് കാണുന്നില്ല. മൈഥിലി എടുത്തി, രാജേട്ടൻ പിണങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് എല്ലായിടത്തും രാജേട്ടന്റെ ശബ്ദമാണെന്ന് തോന്നുന്നുണ്ട്. എന്തൊരു കഷ്ടമായത്. തന്നെ നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് നീ പറയുന്നത് ശരി തന്നെയാ. എന്റെ അവസ്ഥ ഇത് തന്നെയാ. പക്ഷെ എന്ന് വെച്ചിട്ട് രാജിന്റെ ശബ്ദം എനിക്ക് എപ്പോ കേട്ടാലും അറിയാൻ പറ്റൂ. ഞാൻ കേട്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും അല്ല, രാജിന്റെ അല്ല, അത് മറ്റാരുടെ ശബ്ദോ? സത്യം. അയ്യോ, ഇപ്പഴാ ഓർമ്മ വന്ന ഏട്ടത്തി. ഷോപ്പിങ്ങിന് എന്താ പോവാത്ത ഏട്ടത്തി? ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഏട്ടത്തിയുടെ മൂഡൊക്കെ ശരിയാവും. ഞാൻ ഓക്കെയാണ്. അതെ, ഓക്കെ ആണെങ്കിലും പോവൂ. അതെന്താന്നറിയോ, നമ്മുടെ മൂഡ് ശരിയല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നത് വളരെ നല്ലതാ. അതിലൂടെ ഡിപ്രഷൻ മാറും.
അതിന് ഞാൻ എങ്ങനെ ഷോപ്പിങ്ങിന് പോവും? ഷോപ്പിങ്ങിനൊക്കെ പോണെങ്കിൽ പൈസ വേണ്ടേ? അതൊക്കെ നടക്കും. ഷോപ്പിംഗ് ചെയ്യുന്നതിലൂടെ ഉറപ്പായിട്ടും നിങ്ങൾ ഡിപ്രഷൻ എന്ത് കുറയും. കാണിക്കുന്നത്? വിട്. ശ്ശെ, ചെല്ലുന്നേ. എനിക്ക് അങ്ങനെ ഡിപ്രഷൻ ഒന്നും ഇല്ല. ഒന്ന് പോയി നോക്ക്. പോയിട്ട് വന്നിട്ട് എന്തൊക്കെ വാങ്ങിന്ന് പറയണം കേട്ടോ. ബൈ. പ്രിയയുടെ ലൈഫിലെ വലിയ ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാ. ഐ എം ഷുവർ അവള് ചെയ്യുന്ന കോൺസേർട്ടിന്റെ ഒരുപാട് ജോലികൾ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വളങ്ങിയ വഴിയിൽ കോൺസെർട്ടിനെ കുറിച്ച് അറിയാനുള്ള ശ്രമമാണ്. എന്നാ പിന്നെ മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാം. എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താ എന്നോട് നേരത്തെ ചോദിച്ചേ? ഞാൻ പറഞ്ഞത് പ്രിയയുടെ ലൈഫിലെ എന്ത് ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാ നിങ്ങളെന്ന്. പിന്നെ കോൺസേർട്ടിന്റെ ഒരുപാട് കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലേ? കോൺസെർട്ടിന്റെ എല്ലാ ചുമതലകളും എനിക്കാ ഉള്ളേ. ആ ഭാരം താങ്ങാൻ വയ്യാതെ എന്റെ 2 തോളുകളും താഴ്ന്നിരിക്കുന്നത് നോക്കൂ. നിനക്ക് എന്തൊക്കെ ജോലിയാ തന്നേ? എല്ലാം ഉണ്ട്. അതായത് അഭിസാറ് അന്ന് ഏത് ഡ്രസ്സ് ധരിക്കണം, പക്ഷെ എങ്ങനെ ചെയ്യും? എന്ത് ചെയ്താലും വളരെ ശ്രദ്ധിച്ചു ചെയ്യണം. ഇത്തവണ ഇത് സാധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കില്ല. പക്ഷെ ഇത്തവണയും ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് എന്നോട് വളരെ ദേഷ്യമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ അടുത്ത് തർക്കുത്തരം മാത്രമേ പറയൂ. ഇനി എന്ത് ചെയ്യും? എനിക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ദേഷ്യം മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ദേഷ്യം കുറഞ്ഞാലേ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവും. ഇനി എന്തും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷെ കാര്യം എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. ഇതെന്റെ അവസാനത്തെ പ്ലാനാ. എന്റെ ഈശ്വര, എനിക്ക് ധൈര്യം തരണേ. കാര്യങ്ങൾ കൈവിട്ട് പോവാതെ കാത്തോണേ. ഇവളുടെ മുഖം കണ്ടാൽ അറിയാലോ, ഇവക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം. അതെന്തായാലും ഉറപ്പാണ്. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതെ, ഈ കാര്യം പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ടിക്കറ്റിന്റെ റേറ്റ് അത്ര കൂട്ടയൊന്നും വേണ്ട. അതാവുമ്പോൾ എന്റെ ഈ കോൺസേർട്ടിൽ ഒരുപാട് ആൾക്കാർ വരും. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ചാരിറ്റി ഒന്നും അല്ല ചെയ്യാൻ പറഞ്ഞത്. ഒരുപാട് ആളുകൾ വന്നാലേ നിനക്ക് ഒരുപാട് പൈസ കിട്ടും അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്. നിനക്കെന്താ സന്തോഷമല്ലേ? എനിക്കും സന്തോഷം. സന്തോഷമാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് തന്നെ. അതിനുശേഷം നീ എവിടെ പറഞ്ഞാലും ഞാൻ അവിടെയൊക്കെ പെർഫോം ചെയ്തോളാം. കാലം അവളുണ്ടല്ലോ, ആ പ്രിയ, അവൾ എന്നോട് കളിക്കാൻ വരില്ല. അങ്ങനെ എന്ത് കാര്യം നീ അവളോട് ചെയ്തേ? പകരത്തിന് പകരം അവളെല്ലാരെയും പാവ കളിപ്പിക്കല്ലേ. ഇനി മുതൽ അങ്ങോട്ട് ഞാൻ അവളെ കളിപ്പിക്കും. ഓക്കേ, നീ ഇത് പറ, നീ എന്താ അവളോട് ചെയ്തേന്ന്? അതൊക്കെ ഞാൻ പറയാം. പക്ഷെ നീ എന്തിനാ ഇത്രക്ക് ടെൻഷൻ അടിക്കുന്നത്? ടെൻഷനോ? അബി, എനിക്ക് ടെൻഷനൊന്നുമില്ല. എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത ടെൻഷൻ. നിനക്കറിയില്ലേ അവളുടെ സ്വഭാവം. അത്ര പെട്ടെന്നൊന്നും അവള് തോറ്റു തരില്ല. എനിക്കറിയില്ല നീ അവളോട് എന്താ പറഞ്ഞെന്ന്. നമുക്ക് ഡിവോഴ്സ് ആണ് വേണ്ടത്. അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ എങ്കിൽ എന്ത് ചെയ്യും അവൾ? ഇനി അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്ക് തോറ്റു തന്നേ പറ്റൂ. കാരണം ഞാൻ അവളോട് വെച്ച കണ്ടീഷൻ എങ്ങനെ? എന്ത് കണ്ടീഷൻ? നമുക്ക് ഈ ഐഡിയ കിട്ടിയത്. ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല അച്ഛമ്മ. പ്ലീസ് എന്തെങ്കിലും ഉടനെ ചെയ്യണം. തനുവിന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഒരുപാട് ബാധിക്കും. അച്ഛമ്മ, അധിക ദിവസം നമുക്കിത് മറച്ചു വെക്കാനും കഴിയില്ലല്ലോ. എന്റെയും അദ്ദേഹത്തിന്റെ ഡിവോഴ്സ് കഴിഞ്ഞു എന്ന സത്യം. ഇനിയിപ്പോ തനുവിന്റെ സത്യം പുറത്തു വരുന്നതിന് മുൻപ് അദ്ദേഹം എന്റെ സത്യം അറിയുമെന്ന പേടി. ഇല്ലില്ല, അങ്ങനെ വെറുതെ പോലും പറയാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യാനാ അച്ഛമ്മ? എനിക്ക് തോന്നുന്നത് ഇതെല്ലാം സംഭവിക്കുമെന്നാ. നീ ഇനി കരയരുത്. നീ കരയുന്നത് കണ്ട വയസ്സാം കാലത്ത് പ്രവർത്തിക്കുന്ന എന്റെ തലച്ചോറ് പോലും നിന്നു പോകുന്നു. നീ എന്നെ ചിന്തിക്കാൻ അനുവദിക്കുക. മാർഗത്തിലൂടെ കാര്യം നടന്നില്ലെങ്കിൽ വളഞ്ഞ വഴി പ്രയോഗിക്കണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു? അച്ഛമ്മ തന്നെയാ പറഞ്ഞത്. ഞാൻ വിചാരിക്കുക ഈ വളഞ്ഞ മാർഗമൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് എല്ലാം അങ്ങോട്ടൊന്ന് തല തിരിച്ചാലോന്നാ. ഞാനില്ലേ മൂകാംബയുടെ ഒരു കണ്ടീഷൻ വെച്ചു. ഞാൻ ഇനി അങ്ങോട്ട് കോൺസേർട്ട് ചെയ്യണമെങ്കിൽ അവൾ എനിക്ക് ഡിവോഴ്സ് തരണമെന്ന്. അയ്യോ,
നീ ഇതെന്താ ചെയ്തേ? സ്വന്തം കുഴി തന്നെ തോണ്ടി. നീ തന്നെ എപ്പോഴും പറയും സ്നേഹത്തോടെ സംസാരിക്കണം, സ്നേഹത്തോടെ സംസാരിക്കൂ. എന്നിട്ട് നീ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നു. നിനക്കെന്താ തോന്നുന്നേ? ഈ ദേഷ്യം വെച്ച് ഡിവോഴ്സ് അവളൊരു പാത്രത്തിൽ ഇങ്ങനെ നിന്റെ മുമ്പിൽ കൊണ്ടു തരുമെന്നോ? അവളെ താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നീ നിന്റെ കരിയർ നശിപ്പിക്കുകയാണോ കുഞ്ഞേ? എന്നാ കേട്ടോ, അവൾ ഇത്തവണ ചെയ്യുന്നതേ ഒരു സാധാരണ ഷോ ഒന്നുമല്ല, വലിയ ഷോയാ ചെയ്യുന്നത്. ധാരാളം പൈസ ചെലവ് ചെയ്യുന്നു. നിന്റെ ഒരുപാട് ഫാൻസ് ഉണ്ടാകും, പിന്നെ ഒരുപാട് തിരക്കും. പിന്നെ നീ സ്റ്റേജിൽ എത്തിയില്ലെങ്കിൽ നിന്റെ ഫാൻസിന് വിഷമം വരും, നിന്റെ പേരൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെ പേര് പോവാണെങ്കിലേ ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷേ എനിക്ക് വീണ് കിട്ടിയ അവസരം ഞാൻ കളയില്ല. അവൾ എന്നെ ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നതേ ഒരു അടിമയെ പോലെയാ. ഇത്തവണ എന്തായാലും ഞാൻ അവൾക്ക് പണി കൊടുത്തിരിക്കും. അല്ല, അച്ഛമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇതെല്ലാം ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ ചെയ്യുന്നത്? തനുവിന്റെയും കല്യാണത്തിന്റെ ഡേറ്റ് അങ്ങ് അനൗൺസ് ചെയ്യ്. മീഡിയക്കാർക്ക് നേരത്തെ അറിയാവുന്നതല്ലേ നീ തനുവിനെ കല്യാണം കഴിക്കുമെന്ന്. പിന്നെ ഈ പ്രിയയുണ്ടല്ലോ, അവള് നിന്റെ കല്യാണം നടക്കാനും സമ്മതിക്കുന്നില്ല. അപ്പൊ നിന്റെ ഈ ഫാൻസ് ഉണ്ടല്ലോ ബി, അവര് നിന്റെ കല്യാണം നടത്താൻ പ്രിയയെ നിർബന്ധിക്കും, നിന്റെ സൈഡ് നിൽക്കും. പിന്നെ വഴക്കുണ്ടാകും, ഹർത്താൽ നടക്കും, മുദ്രാവാക്യം മുഴങ്ങും, ഇൻക്ലാബ് സിന്ദാബാദ് മുഴങ്ങും, ധർണ നടക്കും. പിന്നെ മോനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാരും ഇടപെടും. പിന്നെ നീ ഒന്ന് ഓർത്തു നോക്ക്, ഈ പ്രിയ ആരാണ്? എന്താണ് അവളെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നത്? അവസാനം ദേ ഇവളുണ്ടല്ലോ, തോൽവി സമ്മതിച്ച് നിനക്ക് ഡിവോഴ്സ് തന്നേ. ഇനി നിങ്ങള് ഡിവോഴ്സ് വാങ്ങാനുള്ള തീരുമാനം മാറ്റിയിട്ടുണ്ടോ? തനുവിന്റെ കല്യാണം, നിന്റെ ഡിവോഴ്സ്, എന്റെ മ്യൂസിക്കിനേക്കാൾ വലുതല്ല അതൊക്കെ. സിംഗിങ് ഈസ് മൈ പാഷൻ. പിന്നെ മ്യൂസിക്കാണ് എന്നെ സിംഗർ ആക്കിയത്. ഓൾറൈറ്റ്, എന്റെ ലക്ഷക്കണക്കിന് ഫാൻസ് വെറും അബി ദ റോക്ക് സ്റ്റാർ ആക്കി മാറ്റി. എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അല്ലാതെ നിനക്ക് വേണ്ടിയൊന്നുമല്ല ഇതൊക്കെ ചെയ്യുന്നത്. നീയും ഒരു പ്രൊഫഷണൽ ആണല്ലോ. ഏതൊരു വ്യക്തിക്കും അയാളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് വേറെ വേറെയാണെന്ന് നിനക്കറിയാലോ അല്ലേ? അതുകൊണ്ട് മാത്രം ഈ കോൺസെപ്റ്റ് ഞാൻ ചെയ്യും. ഇല്ല, ഇദ്ദേഹം നുണ പറയാ. എനിക്കറിയാവുന്ന ഇദ്ദേഹം ഇങ്ങനൊന്നും സംസാരിക്കില്ല. കാരണം വേറെ എന്തോ ആണ്. പക്ഷെ എങ്ങനെ അറിയും? ഏയ്, ഭയങ്കര സന്തോഷമായില്ലേ? ഇത്രയും പൈസ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് ഓർത്ത് നിനക്ക് ടെൻഷൻ ഉണ്ടല്ലേ? ഈ കോൺസെർട്ടിന് ശേഷം നീ വേൾഡിലെ ഏറ്റവും വലിയ ഓർഗനൈസർ ആവും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നമ്മുടെ ജീവിതം തന്നെ മാറാൻ പോവല്ലേ. ഞാൻ ഉദ്ദേശിച്ചത്, ഇത്രയും വലിയ കോൺസെർട്ട് ആവുമ്പോ നിനക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടും, നിന്റെ ലൈഫ് തന്നെ മാറില്ലേ? ശരി, നീ പോയി കോൺസെർട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ കോൺസെർട്ടിന് വേണ്ടിയല്ല, വേറെ ഏതോ കാരണത്തല്ല. ഇനി അച്ഛമ്മ എന്താ ഇദ്ദേഹത്തോട് പറഞ്ഞത്? അച്ഛമ്മയോട് എന്നെ ചോദിക്കാം. അച്ഛമ്മ, എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യം അച്ഛമ്മയോട് പറയണം. ഒരു മിനിറ്റ്. നീ ചോദിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാ, അഭി ഇത്ര പെട്ടെന്ന് എന്താ കോൺസേർട്ടിന് സമ്മതിച്ചതെന്നല്ലേ? അതെ, ഇത് തന്നെ പറയാൻ വന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റി അച്ഛമ്മ. കോൺസേർട്ടിന് വേണ്ടി ഇപ്പൊ സമ്മതിച്ചിരിക്കുക. കോൺസേർട്ടിനെ കുറിച്ച് ഇപ്പൊ പറയുന്ന കേട്ടാ തോന്നും അദ്ദേഹത്തിന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന്. ഒരു കണ്ടീഷനും ഇല്ലാതെയാ ഇപ്പൊ കോൺസേർട്ടിന് സമ്മതിച്ചിരിക്കുന്നത്. ഞാനും ഇത് തന്നെയാ ചോദിക്കാൻ വന്നത്. എന്നാലും എന്റെ സംശയം അച്ഛമ്മയ്ക്ക് എങ്ങനെ നേരത്തെ മനസ്സിലായി? പിന്നെ അച്ഛമ്മ എന്താ വല്ലാതെ ടെൻഷനിലായ പോലെ തോന്നുന്നു? ആക്ച്വലി അച്ഛമ്മ, കാര്യം എന്താന്ന് വെച്ചാ വേഗം പറയണം. എനിക്കും വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അത് മോളെ, അവനെ സമ്മതിപ്പിക്കുന്നതിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് പിന്നെ മോളെ, ആ തെറ്റെങ്ങനെ തിരുത്തും എന്നാ ആലോചിക്കുന്നത്. ഇനി ആ തെറ്റ് ഞാൻ എങ്ങനെ തിരുത്തും? എന്ത് തെറ്റാ അച്ഛമ്മ? അത് ഞാൻ അവനെ സമ്മതിപ്പിക്കാൻ വേണ്ടി അവന്റെ അടുത്ത് പോയില്ലേ? അപ്പോ എനിക്ക് സമ്മതിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന്. ആക്ച്വലി ഞാൻ കരുതിയത് അഭിയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്ന. അതുമല്ല, നമ്മുടെ പ്ലാനും ഫെയിലാകരുതെന്ന. അവസാനത്തെ പ്ലാനല്ലേ, അതിന്റെ ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്ന്. എനിക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അച്ഛമ്മ, ഈ ഒരു ഐഡിയ എന്തിനായിരുന്നു? അച്ഛമ്മയ്ക്ക് അറിയില്ലേ തനുവിന്റെയും അദ്ദേഹത്തിന്റെയും കല്യാണം? ഇനി ശരിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ അച്ഛമ്മ?
ഇനി നിറഞ്ഞ സദസ്സിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ അദ്ദേഹം അനൗൺസ് ചെയ്താലോ അദ്ദേഹം തനുവിനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്? പിന്നെ ഞാൻ എന്ത് ചെയ്യും? അച്ഛമ്മ, എങ്ങനെയൊക്കെ വിചാരിച്ചാലും എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടില്ല. എന്റെ കുടുംബം നഷ്ടപ്പെടില്ല എനിക്ക്. വേണ്ട മോളെ, വേണ്ട. വെറുതെ പോലും ഇങ്ങനെ പറയരുത്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല മോളെ. തെറ്റ് ഞാൻ ചെയ്തതാണെങ്കിൽ ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തിക്കോളാം മോളെ. അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. തനുവിന്റെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ടെൻഷൻ വേണ്ട, എന്നെ വിശ്വസിക്കും മോളെ. ഞാൻ എല്ലാം ശരിയാക്കാം. നീ ടെൻഷൻ അടിക്കരുത്, സമാധാനപ്പെട്. എല്ലാം ശരിയാകുമെന്നേ. കൺസേർട്ടിന്റെ തയ്യാറെടുപ്പ് നടത്തും. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്. പേപ്പേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാ. ഇത് മിസ്സായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവുമായിരുന്നു. വേണ്ട വേണ്ട, ഇനി സോറി പറയാനാണ് തയ്യാറാവുന്നെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം എനിക്കറിയാം നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയെ അല്ലെന്ന്. നിങ്ങൾ തെറ്റ് ചെയ്യാറില്ലല്ലോ, റൈറ്റ്? പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ എന്റെ തീരുമാനം വീണ്ടും നന്നായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വീട്ടിൽ ഇനി ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും തിരിച്ചു വരില്ല. എന്താണെന്നറിയോ, ഞാൻ തളർന്നിരിക്കുന്നു. മുൻപ് ഒരുപാട് തെറ്റുകൾ ചെയ്ത് ഞാൻ തെറ്റുകാരിയായി മാറി. ഇനി ശരി ചെയ്ത് തെറ്റുകാരിയാവാൻ ശ്രമിക്കുന്നില്ല. സോ സോറി. തനു, നീ ഒന്നോർത്തോ, വീട്ടിൽ വന്ന് നിന്റെ പ്ലാൻ പൊളിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഓ, അപ്പൊ നീ എനിക്ക് അഗൈൻസ്റ്റ് ആവും? സ്വീറ്റായിട്ട് ഒരിക്കലും എന്റെ കൂടെ നിൽക്കാത്തവര് ഓട്ടോമാറ്റിക്കലി എന്റെ അഗൈൻസ്റ്റ് ആവില്ല. അതുകൊണ്ട് നീ സ്വയം ചിന്തിക്കും, നീ എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടാവുമോ അതോ ഓപ്പോസിഷനിൽ പോയിട്ട് അഗൈൻസ്റ്റ് ആവോ? നിനക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ തനു. എനിക്ക് കോൺസേർട്ടിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊണ്ടുവന്ന് തരൂ. എത്ര ആളുകൾ വരുന്നു, VIP ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്, ഏട്ടൻ ഏതൊക്കെ പാട്ടുകളാ പാടുന്നത്, സെലിബ്രിറ്റി മുതൽ ലൈറ്റിംഗ് വരെ, എവറിഥിങ്. എനിക്ക് എല്ലാ ഡീറ്റെയിൽസും വേണം. ഇനി നിനക്ക് അതും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ അതും പറയത്തനു. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. എന്നോടാ മൈഥിലി സംസാരിക്കുന്നത്? മറുപടി പറ. അവിടെ ഒളിച്ചു നിന്ന് ഞങ്ങളുടെ സംസാരം എന്തിനാ കേട്ടത്? നിന്റെ മൗനം പറയുന്നത് നിന്റെ ഉദ്ദേശം ശരിയല്ലെന്നാ. എന്തോ തെറ്റ് ചെയ്യാൻ പോവുകയാണ് നീ. എനിക്ക് ഈ സംശയവും ഉണ്ട്. നീ ഞങ്ങളുടെ ശത്രുക്കളോട് സംസാരിച്ചിട്ടാണോ ഇവിടെ വന്നതെന്നും. ഒളിച്ച് കേട്ട് നീ അവർക്ക് വിവരങ്ങൾ കൈമാറുന്നു, ശരിയല്ലേ? ഇവരെന്ത് പറയാൻ അച്ഛമ്മേ? എനിക്ക് തോന്നുന്നു ഇവരാ സർലാൻഡിയെ പഠിക്കട്ടെന്ന് തള്ളിയിടാൻ നോക്കിയതെന്നാ. ഇവര് തന്നെയാ കൊല്ലാനും നോക്കിയത്. നിനക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു രചന? അച്ഛമ്മ ഇതിനോട് ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്, വലിയൊരു തെറ്റ്. ഞാനത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ തെറ്റുകാരിയാണെന്ന് വെച്ചിട്ട് പ്രിയ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പ്രിയ, നീ കാരണം എനിക്കെന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയില്ല. നിനക്കറിയില്ല ഞാനിപ്പോ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന്. അല്ല, നിനക്കെങ്ങനെ അറിയാം? നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചല്ലേ ജീവിക്കുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമൊന്നും നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നീ ഒരിക്കൽ പോലും നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ട്. ആ നിനക്ക് സ്നേഹത്തിന്റെ വില ഞാൻ എങ്ങനെ പഠിപ്പിച്ച ഇവള്, ഈ പ്രിയ, ഇവളാ എന്റെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കി കളഞ്ഞത്. അവൾ അവളുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കത്തുമില്ല, പിന്നെ മറ്റുള്ളവരെ അവരുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല, അല്ലേ? ഞാൻ ഒരിക്കലും ഏട്ടത്തിയുടെ ജീവിതം മോശമാക്കാൻ ശ്രമിച്ചിട്ടില്ല. ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാന്ന്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങളല്ല എന്റെ അമ്മയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളുടെ സംസാരം ഒളിഞ്ഞു കേട്ടത്? ഞാൻ നിങ്ങളുടെ സംസാരം ഒളിഞ്ഞു കേട്ടൊന്നുമില്ല. ഞാൻ ഈ വാതിലിന്റെ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു അച്ഛമ്മ വരുന്നത്. ചേട്ടാ, ആ സ്ഥലം വളരെ ദൂരെയാണ്. ഞാൻ ആലോചിക്കുന്നത് ആൾതാമസമില്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്താൽ നമ്മുടെ പ്ലാൻ സക്സസ് ആകുമോ അതോ അപകടത്തിലാകുമോ? ലൊക്കേഷൻ വളരെ അടുത്ത് തന്നെ. ഐ തിങ്ക് അവിടെ എപ്പോഴും ഇവന്റ്സ് നടന്നുകൊണ്ടിരിക്കും. സോ ഡോണ്ട് വറി. നീ ഒരു കാര്യം ചെയ്യും, ആ സ്ഥലം എന്നെ ഒന്ന് കാണിക്കാമോ? അത് കണ്ടു കഴിഞ്ഞാൽ പ്ലാനിങ്ങുകൾ അതിന് അനുകൂലമായ രീതിയിലാക്കി മാറ്റാൻ കഴിയും എനിക്ക്. വൈ നോട്ട്? ഷുവർ. നിങ്ങൾ വണ്ടി എടുത്തോളൂ, ഞാൻ ലൊക്കേഷനിലെ ആളെ വിളിച്ചിട്ട് വരാം. ഓക്കെ, വാ റോണി. ആ, ഇവിടെ തനുവിനെ പിടിക്കാനുള്ള പ്ലാനിങ് നടക്കുക. പക്ഷേ ഇനി ആലി ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യൂ. എന്ത് ചെയ്യും? ഇക്കാര്യം അവരോട് പറയണം. ഐ തിങ്ക് വേണ്ട. പറഞ്ഞാൽ ഇവരുടെ ശ്രദ്ധ ഡൈവേർട്ടായി പോകും. ഇനിയിപ്പോൾ ആലി അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും, അഥവാ ചെയ്താലും
ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ആൾക്ക് സന്തോഷത്തോടെ ഇരിക്കാനേ ഇഷ്ടം, മറ്റേ ആൾക്ക് സങ്കടവും ഇഷ്ടം. ഇതെന്താ ഇങ്ങനെ? കാര്യം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫൂളാണ്. ആരെയെല്ലാം ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ടും ഞാൻ വീണ്ടും വീണ്ടും. ഇപ്പൊ നിങ്ങൾ ആരാ ചതിച്ച? ഇന്ന് നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്. നിങ്ങളുടെ അനുജത്തി എല്ലാ തരത്തിലും നിങ്ങൾ ഉപേക്ഷിച്ചവൾ ഇന്നൊരു നല്ല പ്രവൃത്തിയല്ലേ ചെയ്തത്. അവൾ ഇന്ന് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു. എന്റെ അമ്മ നിങ്ങളുടെ അമ്മയല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വന്തം പെങ്ങളെ നഷ്ടമാകുന്നതിന്റെ വേദന. നിങ്ങൾ പറയുന്ന ശരിയാ. സഹോദരിയെ പിരിയുന്ന വിഷമം എനിക്ക് എങ്ങനെ അറിയാനാ? എനിക്ക് എന്റെ സഹോദരിയെ നഷ്ടപ്പെട്ടു പോയില്ലേ? വരത്തില്ല രാത്രിയിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ പ്രണയിക്കേണ്ടത് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുന്നവരെയാണ്. അപ്പൊ ഉറക്കം അങ്ങ് പറന്നു പോകും. ഇവളെന്താ ചിരിക്കാത്തെ? ഇനി എന്താ ചെയ്യാ? ഇനിയും ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ നിന്റെ ഈ എക്സ്പ്രഷൻ കാണുമ്പോഴേ ഒന്നും പറയാൻ തോന്നുന്നില്ല. എനിവേസ്, ഞാൻ ഇത്തവണ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇത്തവണ എന്റെ കയ്യിലൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. ഡാൻസ് ചെയ്യും ഞാൻ. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. എന്റെ ഷോയ്ക്ക് വേണ്ടി ഞാൻ ഇതുവരെ പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ല. അതെങ്ങനെ? എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സപ്പോർട്ട് വേണ്ടേ? ആരെങ്കിലും വേണം. പക്ഷെ ആരുമില്ല. ആക്ച്വലി ഉണ്ട്. നമുക്കൊന്ന് ഡാൻസ് ചെയ്താലോ? എനിക്ക് ഡാൻസ് ഒന്നും ചെയ്യണ്ട. വിരുന്നു വന്നൊരാക്കിളി, ഒരുങ്ങി നിന്ന തെങ്കിളി, മൂന്നാം കിളി, ഇളവെയിലും കളിനിഴലിലും ഇവരൊരുമയാ കൂടുന്നിതാ. എന്തിനാ വീണ്ടും വീണ്ടും വരുന്നേന്ന്? മതി, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ അവൾ അകലുമല്ലോ എന്നേക്കുമായി. എനിക്കറിയില്ല നാളെ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. പക്ഷെ നിങ്ങളെ ചതിക്കുന്നവരെ എന്നേക്കുമായി അകറ്റാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങളിൽ നിന്ന് ഞാൻ അകന്നാലേ അവരെ അകറ്റാൻ കഴിയുമെന്നാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. എനിക്ക് എന്റെ സന്തോഷത്തെക്കാളും വലുത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സമാധാനമാണ്. എന്തായാലും ഇനി ആ കോൺസെർട്ട് നടക്കും. നീ എന്നെ ബ്ലാക്ക് മെയിലറെ കണ്ടുപിടിക്കാൻ സഹായിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കോൺസെർട്ടിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് നിന്റെ പ്രോബ്ലം ഞാൻ ആലോചിച്ചില്ല. നോക്കട്ടെ, എങ്ങനെയെങ്കിലും ശ്രമിക്കാം അയാളെ അവിടെ എത്തിക്കാനും നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനും. അതിനുശേഷം ഈ കാര്യം പറഞ്ഞ് എന്റെ പുറകെ വരരുത്. പിന്നെയും വന്ന് അത് വേണം ഇത് ചെയ്യണം. ഐ ഡോണ്ട് വാണ്ട് എനി ഡിസ്റ്റർബൻസ് ഫ്രം യു ഓൺ ദ കോൺസെർട്ട്. ശരി, നീ എന്നെ ആ ബ്ലാക്ക് മെയിലറായിട്ടൊന്ന് മീറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. പ്ലീസ് ഒന്ന് പോയി തരുമോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ. അബിയോടെയാ? മ്യൂസിക് റൂമിലുണ്ടാവും. അദ്ദേഹത്തിന് പാട്ടിന്റെ റിഹേഴ്സൽ ചെയ്യണ്ടേ? എന്റെ സമാധാനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നീ? നിന്റെ ഉറക്കം കളയണ്ടെന്ന് വെച്ചാ, അല്ലെങ്കിൽ ഞാൻ വന്ന് നിന്റെ കൂടെ കിടന്നുറങ്ങിയാൻ. മതി കളിയാക്കിയത്. നീ ഇത് പറ, ഏത് റിഹേഴ്സലിന്റെ കാര്യം നീ പറഞ്ഞത്? നീ ഏതെങ്കിലും കോൺസെർട്ട് ചെയ്യുന്നുണ്ടോ? നിനക്കറിയില്ലേ, ഇന്നെന്റെ കോൺസെർട്ടാ. വളരെ വലിയ കോൺസെർട്ടാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. റിയലി ഗ്രാൻഡ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു കോൺസെർട്ട് ഉണ്ടായിട്ടേ ഇല്ല. അതിന്റെ പ്രാക്ടീസ് ആണ്. ആൻഡ് ഐ ആം റിയലി എക്സൈറ്റഡ്. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഈ കോൺസെർട്ട് ചെയ്യാൻ പ്രിയല്ലേ പറഞ്ഞത്? എന്താന്ന് ഇത് ആ കോൺസെർട്ട് അല്ലേ? നീ ആദ്യം ചെയ്യില്ലെന്ന് പറഞ്ഞ കോൺസെർട്ട് ഞാൻ ആദ്യം ഇത് ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്നെ കുറെ വഴക്കം പറഞ്ഞു. എന്നിട്ട് എന്നെ വായ അടപ്പിച്ചു. ഇപ്പൊ പ്രിയ വന്ന് പറഞ്ഞപ്പോ അനുസരിച്ചല്ലോ. അവള് പറഞ്ഞ മാത്രം അനുസരിക്കുമല്ലേ നീ? കുറെ നേരമായാലോ കുടുകൂടാന്ന് സംസാരിക്കുന്നേ. ഇതെന്താ, ഒരു നല്ല ടീഷർട്ട് പോലും ഇല്ലല്ലോ. എല്ലാം പഴയതായി. ഇത് കണ്ട റോക്ക് സ്റ്റാറിന്റെ കബോർഡാണെന്ന് പറയോ? ഫുട്പാത്തിലെ സ്റ്റോൾ പോലെയുണ്ട്. ഇതിനെല്ലാം കാരണം ആ മുഖാമ്പയാണ്. ഞാൻ ചോദിക്കാത്തോണ്ട് അതിന്റെ അർത്ഥം എനിക്കൊന്നും ആവശ്യമില്ലെന്നാണോ അവൾ വിചാരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ? വരൂ, നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് പോലും അവൾ പറയില്ല.
ഇവിടെ ആയിപ്പോയല്ലോ. ഇനി എന്ത് ചെയ്യും? ഇന്നത്തെ ഷോ എന്തായാലും വളരെ റോക്കിംഗ് ആയിരിക്കും. അവൾക്കറിയില്ലല്ലോ അവളുടെ തലയിൽ വലിയൊരു ബോംബ് വീഴാൻ പോവുകയാണെന്ന്. ഇന്നെന്തായാലും നല്ല രസമായിരിക്കും. എനിക്കറിയാം നിങ്ങൾ എന്താലോചിച്ചാ ഇത്ര സന്തോഷിക്കുന്നതെന്ന്. പക്ഷെ ഈ സന്തോഷം അധിക നേരം ഉണ്ടാവില്ല. നിങ്ങൾ മൈക്കിൽ പാട്ട് മാത്രമേ പാടൂ. ഒരു അനൗൺസ്മെന്റ് നടത്താൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ തന്നെ അച്ഛമ്മയോട് പോയി സംസാരിക്കാം. അച്ഛമ്മയുടെ പ്ലാൻ എന്തായെന്ന് ചോദിക്കാം. പറയുന്നത് നാണോ ഇല്ല നിങ്ങൾക്ക്? വീഡിയോ എടുത്തത് നീ, എന്നിട്ട് എനിക്ക് നാണോ ഇല്ലെന്നോ? ഞാൻ എന്തിനും വീഡിയോ എടുക്കണം? എത്ര തവണ എന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ഷർട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നീ ബാക്കിയുള്ളതിന് വെയിറ്റ് ചെയ്യായിരുന്നല്ലേ? അല്ല, ഒരു മിനിറ്റ്. നിനക്കറിയായിരുന്നില്ലേ ഞാൻ ചേഞ്ച് ചെയ്യായിരുന്നു? അതിന്റെ അർത്ഥം നീ എന്നെ കണ്ടു. പക്ഷേ നീ കുറച്ചു മുമ്പ് പറഞ്ഞത് ഞാൻ വന്നത് കണ്ടില്ല എന്നാണ്. ഇല്ലില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ അകത്ത് വന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. എന്നാ പിന്നെ അറിഞ്ഞപ്പോ പറഞ്ഞൂടായിരുന്നോ? പക്ഷേ പറഞ്ഞില്ല. നീ ഇപ്പോഴും റെക്കോർഡ് ചെയ്യാണല്ലേ? ഇനിയും വീഡിയോ ഉണ്ടാക്കണല്ലേ? എന്റെ വീഡിയോ ആകുമ്പോ പെട്ടെന്ന് കാശുണ്ടാക്കാലോ. നീ ആ ഫോണിൽ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ വീഡിയോ ഇതാ പിടിച്ചോ. ഇനി ചെക്ക് ചെയ്തോ. ബാറ്ററിയോ മെമ്മറിയോ എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്തോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചിലരുടെ കയ്യിൽ എന്റെ മോശമായ ചിത്രങ്ങളുണ്ട്. അത് പുറത്തു വന്നാൽ എനിക്ക് വളരെ നാണക്കേടാവും. എന്നോടൊപ്പം തന്നെ അബിക്ക് നാണക്കേടുണ്ടാക്കും. അതിന്റെ ഡയറക്റ്റ് എഫക്ട് അബിയുടെ കരിയറിനെ ബാധിക്കും. പ്രിയ ഇത്ര വലിയ റിസ്ക് എടുക്കില്ല. സോ ഐ ഡോണ്ട് തിങ്ക് അവൾക്ക് എന്റെ വിഷയത്തിൽ താല്പര്യം ഉണ്ടാവുന്നു. അവളുടെ ഉദ്ദേശം ലാഭം മാത്രമാണ്. അവളുടെ ആവശ്യമാണ് കോൺസേർട്ട് ഹിറ്റ് ആവണമെന്നത്. അതിനുശേഷം പറ്റുമെങ്കിൽ ബ്ലാക്ക് മെയിലറെ പിടിക്കാൻ അവൾ സഹായിക്കും. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് അവൾ എന്നോട് എന്തെങ്കിലും ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടാവുന്നു. കമോൺ നിഖിൽ, നീ എന്താ ഇപ്പൊ? അവിടെ ഒരുപാട് തിരക്കുണ്ടാവും. അതില് അറിയുന്നവരെയും അറിയാത്തവരെയും തിരിച്ചറിയാനും പാടാണ്. അതുകൊണ്ട് നീ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അതിന് ശ്രദ്ധിക്കണം. വല്ലപ്പോഴൊന്ന് തലച്ചോറ് ഉപയോഗിക്കുക. ഓർഡർ കൊടുക്കുമ്പോൾ ഉടനെ തന്നെ റിസൾട്ട് വേണം. പിന്നെ അവിടെ എന്റെ അടുത്തേക്കൊന്നും വരരുത്. എന്തെങ്കിലും ആവശ്യവും അത്യാവശ്യവും വന്നാൽ ഞാൻ നിന്നെ വിളിച്ചോളാം. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യൂ. ആ ശരി. അല്ലെങ്കിൽ നിന്റെ കൂടെ ഇരിക്കാൻ ആർക്കാ ആഗ്രഹം? എനിക്ക് അബിയുടെ കൂടെ ജീവിക്കണം. ഇന്ന് കോൺസേർട്ട് നടക്കാൻ പോവാ. ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന കാര്യം. ഈ ദിവസം ഞാൻ എപ്പോഴും ഓർക്കും. പ്രിയയുടെ ഇന്നത്തെ അവസ്ഥയും. അവൾ അതൊരിക്കലും മറ്റൊരു കാര്യം, ക്യാമറയുടെ മുന്നിൽ വരാതിരിക്കാൻ അവര് പരമാവധി ശ്രമിക്കും. ഇത്രയധികം സെക്യൂരിറ്റീസ് കൊണ്ട് അവരെ ഈ കോൺസേർട്ടിന് വരാതിരിക്കാനും സാധ്യതയില്ലേ? പ്രിയച്ചിയും അതാണ് ഞാൻ പറഞ്ഞത്. അവളെ സഹായിക്കൂ എന്ന പേരിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അവളുടെ കോൺഫിഡൻസ് നേടിയെടുക്കണം. പിന്നെ ഈ പേരിൽ അവളുടെ രഹസ്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. പ്രിയച്ചി എന്നുവെച്ചാ പ്രിയച്ചി ചേച്ചി അവരെ സഹായിക്കുന്നതിൽ തനുവിനും അവളുടെ ബോയ് ഫ്രണ്ടിനും സംശയം ഉണ്ടാവും. ആകെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ചേച്ചി ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യാതെ ഇരിക്കാം. ചിലപ്പോ ആ തനു അവളുടെ ബോയ് ഫ്രണ്ടും പറയുന്ന പോലെയൊക്കെ ചേച്ചി അനുസരിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് പ്രിയച്ചി അവരെ സഹായിക്കുന്ന പേരിൽ എല്ലാ പ്ലാനും അറിഞ്ഞു വെച്ചിട്ട് ഞങ്ങളോട് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങ് മാറ്റും. അത്രേ ഉള്ളൂ കാര്യം. കോൺഫിഡൻസ് നേടിയെടുക്കണം. പിന്നെ ഈ പേരിൽ അവളുടെ രഹസ്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. പ്രിയച്ചി എന്നുവെച്ചാ പ്രിയച്ചി ചേച്ചി അവരെ സഹായിക്കുന്നതിൽ തനുവിനും അവളുടെ ബോയ് ഫ്രണ്ടിനും സംശയം ഉണ്ടാവും. ആകെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ചേച്ചി ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യാതെ ഇരിക്കാം. ചിലപ്പോ ആ തനു അവളുടെ ബോയ് ഫ്രണ്ടും പറയുന്ന പോലെയൊക്കെ ചേച്ചി അനുസരിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് പ്രിയച്ചി അവരെ സഹായിക്കുന്ന പേരിൽ എല്ലാ പ്ലാനും അറിഞ്ഞു വെച്ചിട്ട് ഞങ്ങളോട് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങ് മാറ്റും. അത്രേ ഉള്ളൂ കാര്യം. തനുവിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്നതല്ലാതെ മറ്റൊരു ടെൻഷൻ കൂടി എനിക്കുണ്ടാവും. എനിക്ക് എങ്ങനെയോ അത് തടഞ്ഞേ മതിയാകും. തനുവിനെ അദ്ദേഹം കല്യാണം കഴിക്കുമെന്ന് അനൗൺസ് ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹത്തെ എനിക്ക് തടയണം. പക്ഷെ ഈ കാര്യം എങ്ങനെ ചെയ്യും? കോൺസേർട്ട് കൊളമാക്കിയിരിക്കും. പ്ലീസ് ഐ ബെഗ് യു, പ്ലീസ് ഈ കോൺസേർട്ട് നടക്കാൻ സമ്മതിക്ക്. നിന്റെ പ്രതികാരം എപ്പോ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എന്റെ കല്യാണത്തിനുള്ള ശരിക്കുള്ള സമയം ഇതാണ്. അതുകൊണ്ട് ആലിയ, അബിയുടെ ഈ കോൺസേർട്ട് നടക്കേണ്ടത് ഇന്ന് അത്യാവശ്യമാണ്. ഓക്കെ ലിസൺ, ഒരു കാര്യം ചെയ്യൂ. അബി ഇത് കോൺസേർട്ടിൽ അനൗൺസ് ചെയ്തതിന് ശേഷം നീ നിനക്ക് തോന്നുന്നതൊക്കെ ചെയ്തോളൂ. ബട്ട് പ്ലീസ് അതുവരെ നീ വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഓക്കെ ഫൈൻ. നിന്റെ ഭാവി ഭർത്താവിനോട് ഈ അനൗൺസ്മെന്റ് പെട്ടെന്ന് നടത്താൻ പറയണം. എനിക്ക് എന്നെ അധിക നേരം നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. ആദ്യം പ്രശ്നങ്ങൾ കുറവായിരുന്നു. ഇപ്പൊ ഇത് അടുത്തടുത്ത് വന്നിരിക്കുന്നു. എന്റെ സമയം ശരിയല്ല. ഇനി എന്ത് നടക്കുമെന്ന് പോലും എനിക്കറിയില്ല. മോനെ അഭി, വാ വന്ന് പൂജയെ പങ്കെടുക്ക്.
ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുമോനെ. അത് അച്ഛമ്മയ്ക്ക് അറിയാലോ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന്. പക്ഷെ മോനെ, ഈ പൂജയുണ്ടല്ലോ മോനു വേണ്ടി സ്പെഷ്യലായി വെച്ചതാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടിയെങ്കിലും തീർച്ചയായും നീ അനുഗ്രഹം വാങ്ങിക്കണം മോനെ. राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम. ആന്റിയും അങ്കിളും ഒരു വണ്ടിയിൽ വന്നാ മതി. അച്ഛമ്മയും തനുവും മൈഥിലിയടുത്തേയും ആ കാറിൽ വരും. അങ്ങ് മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, ഇവളെ കുറച്ചൊന്ന് കളിപ്പിക്കാം. ഇവൾക്ക് വണ്ടിയിൽ കറങ്ങാൻ വലിയ ഇഷ്ടമല്ലേ, അപ്പൊ കുറച്ച് കറക്കാന്നേ. ഞാൻ കോൺസേർട്ടിന് പോകാൻ തയ്യാറാണ്, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ ഡ്രൈവ് ചെയ്യും. നിങ്ങൾ കാറൊന്നും ഓടിക്കണ്ട. എന്നാ പിന്നെ നീ കോൺസേർട്ടിന് ഒറ്റയ്ക്ക് പോയിക്കോ, ഞാൻ വരുന്നില്ല. ശരി, സമയം വൈകുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ എന്തിനു സമ്മതിക്കാം. വേഗം ഒന്ന് വണ്ടി കയറും. നീ എന്തും ചെയ്യുമല്ലോ അല്ലേ? അഡ്വഞ്ചറും ചെയ്യോ? അഡ്വഞ്ചർ? വണ്ടിയിലോട്ട് കയറ്, എല്ലാം മനസ്സിലാവും. താങ്ക് ഗോഡ് അബി പ്രിയോടൊപ്പം പോയത്. എനിക്ക് എങ്ങനെയെങ്കിലും നിഖിലിനെ കണ്ടേ പറ്റുള്ളൂ. ബ്ലാക്ക് മെയിലറെ വിളിച്ച് സംസാരിച്ചു. വീണ്ടും പഴയ കാര്യം തന്നെ പറഞ്ഞില്ലേ, ജസ്റ്റ് ബി പേഷ്യന്റ്. ആദ്യം പ്രിയ ഒന്ന് അവിടെ എത്തിക്കോട്ടെ. റൈറ്റ്. അത് അവൾ അബിയുടെ കൂടെയാണ് കോൺസേർട്ടിന് പോകുന്നത്. അബിയുടെ മുന്നിൽ വെച്ച് എന്നോട് സംസാരിക്കില്ല. ആലിയെ കുറിച്ച് ഞാൻ മറന്നുപോയി. അവളെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അബി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവള് കോൺസേർട്ട് കുളമാക്കിയാലോ? ഇല്ല, എനിക്ക് അവളെ ശ്രദ്ധിച്ചേ പറ്റൂ. അവൾ എവിടെയാ? ഇനി എന്താ ചിന്തിക്കുന്നേ? ഞാൻ ആലോചിച്ചത് ആലിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവൾ എവിടെ എത്തിയെന്ന്. എന്റെ പ്ലാൻ ഒക്കെ പൊളി. എപ്പോ ഫോൺ എടുത്താലും അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് ഐ കാന്റ് അഫോർഡ് എനി മെസ് ഹിയർ. ഇനി ഞാൻ വളരെ ശ്രദ്ധയോടെ നിൽക്കണം, ഒളിച്ചു തന്നെ നിൽക്കണം. ഇൻഫാക്ട് വീട്ടിലുള്ളവരാരും എന്നെ കാണാൻ പാടില്ല. അപ്പോൾ രാജേട്ടൻ്റെ സംശയം ശരിയാ. ആലി ഇവിടെ എന്തായാലും ഷോ കാണാമെന്നതല്ല, ഇവൾക്ക് വേറെന്തോ ഉദ്ദേശമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ചെന്ന് ചോദിച്ചു നോക്കാം ഇവളിവിടെ എന്തിനാ വന്നേ. സമയത്തിന്റെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നിനക്കും ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇഫ് യു മൈൻഡ് ഞാൻ പൊയ്ക്കോളാം, ഒരു കുഴപ്പമില്ല. നോ, ഐ മീൻ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ സ്റ്റേ ബാക്ക്. ബട്ട് സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കണം. പിന്നെ നിന്റെ സ്പോൺസേഴ്സിന്റെയും മാനേജേഴ്സിന്റെയും കാര്യമാണെങ്കിൽ ഞാൻ ശരിയാക്കാം. അവരോട് ഞാൻ പറയാം നിന്നോട് സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച് ആകാശ്. നീ എത്ര വലിയ ഹെൽപ്പാ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് നിനക്ക് തന്നെ അറിയില്ല. യു നോ വാട്ട്, നീ ഒരു നല്ല വ്യക്തിയാ. ഞാൻ നിന്റെ ഈ സഹായം ഒരിക്കലും മറക്കില്ല. നീ എനിക്ക് വേണ്ടി ഒരു വലിയ കാര്യമാണ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഉത്തരവാദിത്വം വേണം. ഇത് നിങ്ങളുടെ കംബാക്ക് ഷോവാ. പിന്നെ നിന്റെ ഗോ ബാക്ക്. ഗോ ബാക്ക് അതൊക്കെ പോട്ടെ, നമ്മൾ ലിസ്റ്റ് ചെയ്തില്ലേ, ആ പാട്ടുകളിൽ കുറച്ച് പാട്ട് മാത്രമേ ഞാനിന്ന് പാടുന്നുള്ളൂ. കാര്യം എന്താണെന്നറിയോ, ഞാനിന്ന് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്.
ഞാൻ അറിയാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്? നിനക്ക് വലിയൊരു സർപ്രൈസ് തരാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ലെവൽ തന്നെ മാറിപ്പോകും. സ്റ്റേജ് ഇടിച്ചിടരുതേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഫാൻസ് നിങ്ങളെ കളിയാക്കും. അതെ, ഷോ കഴിഞ്ഞ് മനസ്സിലാക്കിക്കോളും ആരാരെയാണ് കളിയാക്കുന്നതെന്ന്. അതൊക്കെ കാണാൻ വേണ്ടി ആദ്യം സമയത്ത് കോൺസർട്ടിന് എത്തണം. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നേരത്തെ ഒക്കെ നിങ്ങൾ കോൺസർട്ടിന് 1 മണിക്കൂർ മുൻപേ എത്തുമായിരുന്നല്ലോ, സ്റ്റേജ് ഫാമിലിയർ ആവാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ ചേഞ്ച് ആയ? ഞാൻ പിന്നെ നിനക്ക് പെട്ടെന്ന് എത്തണമെങ്കിലേ വല്ല ഓട്ടോയും പിടിച്ച് പോകാൻ നോക്ക്. മനസ്സിലായോ? എന്തായാലും ഞാൻ എന്റെ സമയത്തിനേ എത്തത്തുള്ളൂ. ഇതെന്റെ അവസാനത്തെ പ്ലാനാ. പക്ഷെ ഞാൻ സമയത്ത് എത്തിയില്ലെങ്കിൽ അതെങ്ങനെ നടക്കും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ വണ്ടി ഓടിച്ചോളൂ. പക്ഷെ അച്ചമ്മയ്ക്ക് കൊടുക്കാനുള്ള മരുന്ന് സമയത്തിന് എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചാ അതിനുള്ള മറുപടി നിങ്ങൾ പറയണം. മരുന്നോ? ആ, മരുന്ന്. അച്ചമ്മയുടെ മരുന്ന് എന്റെ കയ്യിലേ ഇരിക്കുന്നത്. അച്ചമ്മയ്ക്ക് അസ്വസ്ഥതയൊന്നും തോന്നാതിരുന്നാ മതിയായിരുന്നു. നിനക്കത് നേരത്തെ പറഞ്ഞൂടെ? അല്ലല്ല, പേടിപ്പിച്ചതല്ല. ഞാൻ ചേച്ചിയുടെ പവർ എന്താണെന്ന് പറഞ്ഞതാണ്. അത് കൊള്ളാലോ റോണി. നിന്റെ ചേച്ചിയുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ എല്ലാവരും കേട്ടില്ല, കേട്ടല്ലോ? പക്ഷേ ചേച്ചിയുടെ താളത്തിനനുസരിച്ച് ഈ ഷോ കുളമാക്കാം. ഐ തിങ്ക് ചേച്ചി പറഞ്ഞിട്ടാണ് അഭിസാരി ഷോ ചെയ്യുന്നത് പോലും. അതുകൊണ്ട് അവരുടെ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് എന്റെ ഒപ്പം വന്നേ പറ്റൂ. തനു, നീ ഒരു കാര്യം ചെയ്യാൻ നീ തന്നെ തീരുമാനിക്കാം. നീ അഭിയെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജ് കയറിയേ പറ്റൂ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അതെ, ചിന്തിക്കൂ. ഇത് ചേച്ചിയുടെ ഓർഡറാണ്. അനുസരിച്ചില്ലെങ്കിൽ ചേച്ചി എന്തും ചെയ്യും. ഐ എം സോറി പ്രണവ്. എനിക്ക് ഐ തിങ്ക് പ്രിയെ കാണാൻ പോയേ പറ്റൂ. ശരി, ആസ് യു വിഷ്. വാപ്പോ പ്ലീസ്. ഒരു സർപ്രൈസ് തരാന്ന് വിചാരിക്കുക. നീ നിന്റെ കണ്ണുകൾ എപ്പോഴും തുറന്നു വെക്കണം. സർപ്രൈസ് എപ്പോ വേണമെങ്കിലും വരാം. ആ സർപ്രൈസിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. കാരണം ഞാൻ ഇച്ചിരി ജനറസാ. ഞാൻ നിനക്ക് ഇപ്പോ ഒരു അവസരം കൂടി തരുവാ. എനിക്ക് മര്യാദയ്ക്ക് ഡിവോഴ്സ് തന്നു. ഒരു വലിയ പ്രശ്നം ഒഴിഞ്ഞു കിട്ടും. യുവർ ചോയ്സ്. ഇറ്റ്സ് ടൈം ഫോർ റോക്ക് ആൻഡ് റോൾ. ഇല്ല പ്രിയ, ഒരിക്കലുമില്ല. ഇതൊന്നും കേൾക്കാതെ നീ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കണം. അവളെ തനിച്ചു തന്നെയാണോ? ഇല്ല ചേച്ചി, അവൾ ഒറ്റയ്ക്കാണ് വന്നത്. ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്. ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചി എന്നോട് പറഞ്ഞ സ്ഥലമില്ലേ, ഞാൻ അവരെ അവിടെ എത്തിച്ചിട്ടുണ്ട്. പ്രണവ്, എല്ലാ ക്യാമറ റെഡിയല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് തനു അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് വരുമ്പോ നമ്മൾ ഒരിക്കലും അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാ നമ്മളെല്ലാം ചെക്ക് ചെയ്തു. എല്ലാ ക്യാമറയും വർക്കിംഗ് ആണ്, പെർഫെക്റ്റും ആണ്. വെരി ഗുഡ്. അവളുടെ കൂടെ വരുന്നത് ആരും ആകാം. ചിലപ്പോ ഫേസ് മൂടിയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ അലേർട്ട് ആയിരിക്കണം. ചിലപ്പോ നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിന്നിട്ട് നമ്മൾ അറിയാതെ പോകരുത്. ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇത്തവണ അവളുടെ ബോയ് ഫ്രണ്ട് എന്തായാലും രക്ഷപ്പെടില്ല. ഇൻഫാക്ട് എനിക്ക് ചേച്ചി ഒരു കാര്യം കാണിക്കണം. ചേച്ചി എന്നോട് വേഗം വാ. സമയം വെറുതെ കളയണ്ട. വാ പ്രിയേച്ചി. ശരി, എന്നാ വരൂ. ദൃശ്യങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. എന്താന്ന് വെച്ചാൽ ആദ്യം മാത്രമാണ് ആ തനുവിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്യാമറകളിൽ ഏതിലെങ്കിലും അയാളുടെ മുഖം പതിഞ്ഞാൽ ആന്റിക്ക് അത് കണ്ടാലുണ്ടല്ലോ, കണ്ണുകൾ അടച്ചും ഇതാണ് തനുവിന്റെ ബോയ് ഫ്രണ്ട് എന്ന് ആന്റിക്ക് കാണിച്ചു തരാൻ കഴിയും. അതുകൊണ്ട് പ്രിയേച്ചി. പ്രണവ്, ഇത് ഒരു ബ്രില്യന്റ് ഐഡിയ ആണ്. നീ ചെയ്തത് വളരെ നന്നായി. എനിക്കിപ്പോ ശരിക്കും തോന്നാ, ഇത്രയും നാളായി നമ്മൾ തെരഞ്ഞു നടന്ന ആ ആളെ ഇന്ന് എന്തായാലും കണ്ടെത്തുമെന്ന്. നമ്മുടെ ലക്ഷ്യം ഇന്ന് പൂർത്തിയാകും പ്രണവ്. അമ്മേ, അതിൽ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പറയണം, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് സമയത്ത് ഷോ തുടങ്ങുന്നില്ല എന്നാണെങ്കിൽ പിന്നെ ആര് പെർഫോം ചെയ്താലും അവരെ ഈ തക്കാളിയും മുട്ടയും കൊണ്ട് സ്വാഗതം ചെയ്യണമെന്ന്. പിന്നെ കുറച്ച് ചെരുപ്പ് കൂടി വിതരണം ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഓഡിയൻസിന്റെ ചെരുപ്പ് തന്നെ ഉപയോഗിക്കാൻ പറയാം. അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകം പൈസ കൊടുക്കാന്നും പറയണം. പിന്നെ ഇതിന്റെ എല്ലാ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് നാളത്തെ പത്രത്തിൽ കാണണം. ഓൾറൈറ്റ്? ഓക്കെ മാം, ശരിയാക്കാം. ടേക്ക് യുവർ ടൈം. ശരിക്കുള്ള ഷോ ഇനിയാ തുടങ്ങുക. പക്ഷെ ഞാൻ ഇതിൽ നിന്നും ഒരിക്കലും പിന്മാറില്ല. ഐ ഹോപ്പ് ഞാൻ എന്റെ ജോലി ചെയ്തിട്ട് പോകുന്ന. സൗണ്ട് സിസ്റ്റം തന്നെ ഞാൻ ഇല്ലാതാക്കും. മൈക്കും സ്പീക്കേഴ്സും വർക്ക് ചെയ്തില്ലെങ്കിൽ ഷോ പിന്നെ എങ്ങനെയാ നടക്കുക? പബ്ലിക് ഒന്നാകെ ദേഷ്യത്തിലാണ്. ഷോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായ ആളുകൾ വെറുതെ ഇരിക്കില്ല.
അപ്പൊ പിന്നെ ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമേ വരില്ല. ചെയ്യുന്നതൊക്കെ പബ്ലിക് ആയിരിക്കും. പക്ഷെ സൗണ്ട് സിസ്റ്റം എങ്ങനെ നശിപ്പിക്കാം? അവിടെയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. സെക്യൂരിറ്റീസ് അടുത്തടുത്ത് തന്നെ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ കണ്ട ഷോ അല്ല എന്റെ പ്ലാനാവും പൊളിയ. മനസ്സിലാവാത്ത കാര്യം തനു എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന്. ആ ശരി, നീ നിന്റെ ബാഗ് എടുത്തിട്ടില്ലേ? ബാഗ് എവിടെയെന്ന്? പിന്നെ പൈസ എവിടെ നീ വെച്ചിരിക്കുന്നത്? പൈസ എടുത്തിട്ടില്ലേ? അതെ, ഒരു സെക്കൻഡ്. ഇനി നീ അവസാന നിമിഷം എന്നോട് പൈസ കൊടുക്കാൻ പറയാനുള്ള എന്തെങ്കിലും പ്ലാനിലാണോ? എന്നാലേ ഒറ്റ പൈസ ഞാൻ തരില്ല ഇതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട്. ഞാൻ നിന്നോട് പൈസ ഒന്നും ചോദിച്ചില്ല. പൈസയുടെ അറേഞ്ച്മെന്റ് ആയി കഴിഞ്ഞു. ഒരാൾ പൈസ കൊണ്ടുവരുന്നുണ്ട്. മുഴുവൻ സമയം എനിക്ക് ബാഗും കയ്യിൽ വെച്ച് നടക്കാൻ പറ്റുമോ? ആ ശരി, പൈസ കൊണ്ടുവരുന്നത് ആരായാലും അരമണിക്കൂറിനകത്ത് എത്താൻ പറയണം. അതുവരെ പ്ലീസ് എന്നിങ്ങനെ ശല്യം ചെയ്യരുത്. ഒരുപാട് ജോലിയുണ്ട് എനിക്ക്. നമ്മളവിടെ ക്യാമറ വെക്കും. അയാളെ നേരിട്ട് കാണുന്നതിന് മുമ്പ് അയാളുടെ മുഖം കാണാൻ വേണ്ടി. മുഖം കാണാതെ മീറ്റ് ചെയ്യാൻ പോയാൽ അത് പിന്നെ വലിയ റിസ്ക് ആണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ്, ഐ തിങ്ക് യു ആർ റൈറ്റ്. നമ്മൾ ആദ്യം അയാളെ കാണുന്നു, എന്നിട്ട് സേഫ് ആണെങ്കിൽ മാത്രം അയാളെ മീറ്റ് ചെയ്യുന്നു. യാ, ദാറ്റ്സ് ദ പ്ലാൻ. ഓക്കെ, ഞാൻ പ്രിയെ ഫോൺ ചെയ്ത് ഈ പ്ലാനിന്റെ കാര്യം പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കണം. ഇങ്ങനെ പുറകെ നിന്ന് വന്ന് സർപ്രൈസ് തരരുത്. സർപ്രൈസ് അല്ല, ഷോക്കാണ് ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകും. അതെങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും നീ? ബേബി, നിന്റെ ഹൃദയം എന്റെ കൈകളിലാണ്. സോ റിലാക്സ്. ഇനി വേഗം പോയി പ്രിയെ കാണും. ഞാൻ അപ്പോഴത്തേക്കും ക്യാമറ സെറ്റ് ചെയ്യാം. ബൈ. അല്ല, ഒന്ന് റിവൈൻഡ് ചെയ്തേ. പ്രീച്ചി, ഇതിലെല്ലാം അൺനോൺ ഫേസസ് ആണല്ലോ. ആരെയും മനസ്സിലാവുന്ന പോലുമില്ല. എങ്ങനെ തിരിച്ചറിയാ അയാൾ ആരാണെന്ന്? പ്രീച്ചി, ടെൻഷൻ എടുക്കണ്ട. ഐ എം ഷുവർ ഇവരാരും ആയിരിക്കില്ല. ഇതിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആന്റി എങ്ങനെയും റിയാക്ട് ചെയ്തേനെ. പക്ഷെ ആന്റിയെ കണ്ടിട്ട് തനുവിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടതായിട്ട് പോലും തോന്നുന്നില്ല. അതെ, പക്ഷെ നോക്കൂ, തനുവിന്റെ ഫോണാ. ആ പറയൂ, എന്ത് ഡിസൈഡ് ചെയ്തു? അയാളെ എങ്ങോട്ട് വരാൻ പറയണം? മുഖം വ്യക്തമായിട്ട് കാണാൻ കഴിയും. പ്രീച്ചി ചേച്ചി, ആദ്യം ഒരു കാര്യം ചെയ്യാം. എല്ലാ സ്ക്രീനുകളും വളരെ നന്നായിട്ട് നോക്കണം. ബാക്കി എല്ലാ ക്യാമറയിലും ശ്രദ്ധിക്കുകയും വേണം. ഞാൻ പോയി വാനിറ്റി വാനിന്റെ ക്യാമറ നോക്കാം. കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഇത് അയാളെ തന്നെയാ. ഞാൻ പോയി നോക്കിട്ട് വരാം. ഇവര് രണ്ടുപേരും വാനിറ്റി വാനിന്റെ ഭാഗത്തേക്കാണല്ലോ പോയത്. അവിടെ പോവാൻ ഇതല്ലാതെ വേറെ വഴിയുമില്ല. പക്ഷെ ഈ തനുവിനെ കാണാനും ഇല്ലല്ലോ. ഇനി വേറെ എവിടെയെങ്കിലും പോയോ? ഇവര് രണ്ടുപേരും പുറത്തു പോവാണല്ലോ. നിഖിൽ? ഞാൻ നിഖിലിനെയാണോ കണ്ടത്? നിങ്ങൾ ഇതുവരെ എനിക്ക് വേണ്ടി ചെയ്യാത്തൊരു കാര്യം ഇന്ന് എനിക്ക് വേണ്ടി ചെയ്യണം. മ്യൂസിക് എൻ്റെ ഉള്ളിലാണുള്ളത്. അതെനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടല്ലോ. അത് നിങ്ങൾ എൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിക്കണം. എന്തുപറ്റി? കൺഫ്യൂസ്?
ഞാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാ പോകുന്നതെന്ന് ഓർത്ത്? ഡോണ്ട് വറി, ഞാൻ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ പോകുന്നില്ല. ആക്ച്വലി ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടി എനിക്ക് വേണം. എന്തായി? തനു അവളുടെ ബോയ്ഫ്രണ്ട് വാനിറ്റി വാനി കയറിയോ? എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? അബി, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അബി. ഞാനിപ്പോ എടുത്ത ഈ ഡിസിഷൻ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടാം, പിന്നെ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടാതെയിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യാനാണ്. ഞാൻ എപ്പോഴും എൻ്റെ എക്സ്പെരിമെന്റിൽ പൂർണ്ണമായും വിജയിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങളാണ് എക്സ്പെരിമെന്റ് വിജയിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒറ്റ ഡിസിഷനാണ് എന്റെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എങ്ങോട്ടാ അവള് പോയത്? അവളോട് ഞാൻ പറഞ്ഞതാണല്ലോ. അവളിങ്ങ് വരട്ടെ, ഞാൻ ചോദിച്ചോളാം. എടാ, സോറി ടു സേ അബി, പക്ഷെ ഇത് അത്ര നല്ലതല്ല. എല്ലാം അറിഞ്ഞിട്ട് അവൾ വരാത്തത് തെറ്റ് തന്നെയല്ലേ അബി? അവൾ എങ്ങോട്ടേ പോയിരിക്കുന്നത്? അവൾക്ക് എന്താ പറ്റിയത്? അതൊക്കെ നമ്മൾ പിന്നെ സംസാരിക്കണം. നീ ആദ്യം പോയി അവളെ വിളിച്ചോണ്ട് വാ. ആ ശരി, ഞാൻ വിളിച്ചിട്ട് വരാം. അതുവരെ നീ പാട്ട് പാട്. വെൽ ഗൈസ്, ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടുകൂടി പാടാൻ പോവുകയാണ്. നിങ്ങളുടെ ഈ കൈയടി കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എനിക്ക് എന്തുമാത്രം സപ്പോർട്ടാണ് നൽകുന്നതെന്ന്. സോ ആർ യു ഗൈസ് റെഡി? രോദനമെങ്ങും ദൂരെ ദൂരെ എന്നേകാന്തമായി ഗാനം പോലെ കതിരണിയും കനകനിലാവ് ഒരു സാന്ത്വനം, മൃദു സാന്ത്വനം. ഇന്നെവിടെയാ മൊഴികൾ? ഇനി എവിടെയാണ്? ഇനി എവിടെ?